ഗോപികമാര് കൃഷ്ണനോട് അവസാനം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാണ് ശരിക്കും ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ജീവിതം സഫലമാക്കുന്നത്. അതാണ് അതുകൊണ്ടാണ് ഗോപികമാര് പാടിയത്, നകല്ലു ഗോപിക നന്ദനോപവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വികനസാർത്തിതോ വിശ്വഗുപ്തയേ സഗവുദേവാൻ സത്വതം കുലേ. നകലു ഗോപിക, ഞങ്ങൾക്ക് അവിടുന്ന് കേവലം യശോദാദേവിയുടെ പുത്രനല്ല കൃഷ്ണ. പിന്നെയോ നകലു ഗോപിക നന്ദനോപവൻ, അവിടുന്ന് യശോദാദേവിയുടെ പുത്രനല്ല ഞങ്ങൾ. പിന്നെയോ അഖിലദേഹിനം അന്തരാത്മ, എല്ലാവരുടെയും. അപ്പൊ അവര് ഗോപികമാരും കൃഷ്ണനെ എവിടെ കണ്ടത്? അതുകൊണ്ടാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോയിട്ടും ഗോപികമാരൊന്നും മാനസികമായി തളരാതിരുന്നത്. അവരത്രയും കൃഷ്ണനെ ഉള്ളിൽ കണ്ട് അനുഗ്രഹീതരായി. ഗോപികമാര് കൃഷ്ണനോട് അവസാനം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. നാളെ സന്ദർഭം വരുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കും. ഏതായാലും ഇപ്പോഴൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരെ പിന്നീട് കാണുന്നത് സമന്ത പഞ്ച തീർത്ഥത്തിൽ വെച്ചിട്ടാണ്. അതായത് പാണ്ഡവരും കൗരവരും യുദ്ധമൊക്കെ കഴിഞ്ഞ് കൗരവർക്ക് വേണ്ടി തർപ്പണാദി കർമ്മങ്ങളൊക്കെ ചെയ്ത പുണ്യക്ഷേത്രമാണ് സമന്ത പഞ്ചക തീർത്ഥം. ഏതാണ്? ഈ സ്ഥലത്താണ് പിന്നീട് കൃഷ്ണൻ കാണുന്നത്. അതൊരു സൂര്യഗ്രഹണ സമയത്ത്. ഭാരതത്തിൽ അങ്ങനെയുണ്ട്, നമ്മുടെ കേരളത്തിൽ അത് കുറവാണ്. പണ്ട് കാലത്ത് ഗ്രഹണ സമയത്തൊക്കെ വീട്ടിലെല്ലാം അടച്ചു വെച്ച് എല്ലാവരും മുങ്ങിക്കുളിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതൊക്കെ പഴയ കാലം അല്ലേ. എന്നിട്ടാ പിന്നെ വീട്ടിലെ അടുക്കളയൊക്കെ ഒന്നുകൂടി ആക്റ്റീവ് ആവുള്ളൂ. അതുവരെ എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പൊ ഇത്രയും എന്താ പറയുക, ആളുകൾക്ക് ഒരു ഭക്തി ഭാരതത്തിലുണ്ട്. അപ്പൊ ഈ ഗോപികമാരെ കൃഷ്ണൻ കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? കൃഷ്ണൻ അവിടെ പറയുന്നുണ്ട്, ഗോപികമാരെ ക്ഷമിക്കണം, ഞാൻ വൃന്ദാവനത്തിൽ വരാം എന്നൊക്കെ പറഞ്ഞു, എനിക്ക് പക്ഷെ വരാൻ കാലം അനുവദിച്ചില്ല എന്നെ. എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചിട്ടൊക്കെ ചോദിച്ചു, എന്ത് വരം ആണ് ഞാൻ തരേണ്ടത്? എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ അവരോട് വരം ചോദിക്കാൻ പറയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു വരമുണ്ട്. ഇതാണ് നിങ്ങളൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഭഗവാനോട് ചോദിക്കേണ്ടത്. അതാണ് ഗോപികമാര് ചോദിച്ചതാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 10-ാം സ്കന്ധം 82-ാം അധ്യായത്തില്. 10-ാം സ്കന്ധത്തില് 82-ാമത് അധ്യായത്തില് ഏറ്റവും എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവുക ലാസ്റ്റ് ശ്ലോകം, 46-ാം ശ്ലോകം, ദ ലാസ്റ്റ് വേഴ്സ്, അവസാനത്തെ ശ്ലോകം. അവിടെ ഗോപികമാര് പറയണു, ആഹുശ്ചതേ നളിനനാപപതാരവിന്ദം യോഗേശ്വരേ ഹൃദയ വിചിന്യമഗാധബോധയേ സംസാരകൂപപതിതൊത്തരണാവലംബം ഗേഹം ജുഷാമഭി മനസ്സി ഉദിയൽ സദന്ന. ഞങ്ങൾക്ക് വേറൊരു വരവും വേണ്ട, വേറൊരു അനുഗ്രഹവും വേണ്ട. ഞങ്ങള് സംസാരകൂപപതിതം, ജീവിതത്തിന്റെ ഓരോ വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ വീണ് കിടക്കുന്നവരാണ്. എപ്പോഴാ ഏത് ദുരിതം വരിക എന്ന് ആർക്കറിയാം? ഇങ്ങനെ പല ദുരിതങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഞങ്ങൾക്ക് ഒരൊറ്റ അനുഗ്രഹം മാത്രം മതി. സദാ മനസ്സി ഉദിയാത്, എപ്പോഴും മനസ്സിൽ ഒരു കാര്യം ഉദിച്ചാൽ മതി. എന്ത് ഉദിക്കണം? നളിനനാഭ പദാരവിന്ദം ഏക അവലംബനം. ഭഗവാന്റെ പാദം മാത്രമാണ് ഞങ്ങൾക്കൊരു, ഭഗവാന്റെ നാമം മാത്രമാണ് ഒരു ആലംബനമുള്ളത്, അവലംബനമുള്ളത്, ആശ്രയമുള്ളത്. അതുകൊണ്ട് എപ്പോഴും മനസ്സ് അതിൽ തന്നെ പിടിച്ചു കെട്ടിയിടാൻ അതിന് മാത്രം അനുഗ്രഹിച്ചാൽ മതി. ഞങ്ങളുടെ ദുഃഖം തീർക്കണം, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റണം എന്നൊന്നും അവർ പറഞ്ഞില്ല. നിങ്ങൾ നോക്കുക, ശ്ലോകം നോക്കൂ, നിങ്ങൾ അർത്ഥാവില്ലേ നിങ്ങൾക്ക്? ആഹുശ്ചതേ നളിനനാഭവതാരവിന്ദം. കാണുന്നുണ്ടോ? കൃത്യം അതുകൊണ്ട് ശ്ലോകം പറഞ്ഞു തരുന്നത്. കാണുന്നുണ്ടോ? 82-ാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം. ആഹുശ്ചതേ, ചൊല്ലു എല്ലാവരും. ആഹുശ്ചതേ നളിനനാഭവതാരവിന്ദം
യോഗേശ്വരേ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപം പതിതം സംസാരകൂപപതിതോത്തരണാവലംബം. അവലംബം വാക്കുകൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ എല്ലാവരും? കേഹം ചുഷാമവി മനസ്സി ഉദിയൽ സദാന്ന. സദാ സദാ എപ്പോഴും മനസ്സിൽ ഉദിക്കട്ടെ. എന്താ ഉദിക്കേണ്ടത്? നളിനനാഭപദാരവിന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ പാതാരവിന്ദം മനസ്സിൽ ഉദിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാമജപത്തിലും മറ്റും മാത്രമായിരിക്കണം ഞങ്ങളുടെ മനസ്സ് നിൽക്കേണ്ടത്. കാരണം എപ്പോഴാണ് ഏത് ദുരിതം വരിക എന്ന് ഞങ്ങൾക്ക് അറിയില്ല. സംസാര കൂപപതിതം, സംസാരത്തിന്റെ കൂപത്തിൽ വീണിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ശക്തിയും ധൈര്യവും അവിടുത്തെ നാമത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ കൃഷ്ണ. അതിന് മാത്രം ഞങ്ങൾ അനുഗ്രഹിച്ചാൽ മതി. യോഗേശ്വരന്മാരായ ആളുകൾ എപ്രകാരമാണോ അവിടുത്തെ നാമത്തിൽ മുഴുകി ആനന്ദം അനുഭവിക്കുന്നത്, ഞങ്ങൾക്കും അവിടുത്തെ നാമത്തിൽ മുഴുകി ജീവിതം ധന്യമാക്കാൻ അനുഗ്രഹം തരും എന്ന് പറയുന്ന ഗോപികമാരുടെ ആ ഭക്തിയല്ലേ വേണ്ടത്? ആണോ അല്ലയോ? ഇതൊക്കെയാണ് നമ്മൾ വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. ഇതാണ് കൃഷ്ണനിലൂടെ ജന്മം സഫലമാക്കിയ ഗോപികമാരുടെയൊക്കെ കഥകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. കൃഷ്ണന്റെ കൂടെ ജീവിച്ച ഗോപികമാര് ഇനി ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ നിൽക്കണം എന്നൊന്നും പറഞ്ഞില്ല. കൃഷ്ണ വരൂ വൃന്ദാവനത്തിലേക്ക് എന്നവർ പറഞ്ഞില്ല. ഉണ്ടോ? കൃഷ്ണനെ അവർ വൃന്ദാവനത്തിലേക്ക് വിളിക്കില്ല. അവരും കൃഷ്ണനോട് ആവശ്യപ്പെടില്ല, ഞങ്ങൾ എന്തിനാ ഇനി വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്, അങ്ങയുടെ കൂടെ നിന്നോട്ടെ എന്നൊന്നും ഗോപികമാര് പറഞ്ഞില്ല. എന്തേ വേണ്ടു? അവിടുത്തെ ആ നാമത്തിൽ മനസ്സിനെ അർപ്പിക്കുവാൻ, ഉറപ്പിക്കുവാൻ, ലയിപ്പിക്കുവാൻ, അതേ ആലംബനമുള്ളൂ എന്നെപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ തോന്നണം എന്ന് മാത്രമാണ് ആ ഗോപികമാര് ആവശ്യപ്പെട്ടത്. ഇതാണ് ശരിക്കും ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ജീവിതം സഫലമാക്കുന്നത്. അതാണ് പൊന്താനം ആദ്യം തന്നെ തുടങ്ങും. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം നരജന്മം സഫല. ഇതൊന്നും നമ്മൾ അത്ര ശ്രദ്ധ വെക്കാറില്ല. കേൾക്കാറുണ്ട് ധാരാളം, പക്ഷെ നമുക്കതിനത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഉണ്ടോ? നമ്മൾ പിരിയാതിരിക്കണം എന്നുള്ള വാക്കിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? അതത്ര കെയർ ചെയ്തൊരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്നതാണത്. പക്ഷെ പിരിയാതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ നിന്ന് അതൊരിക്കലും വിട്ടുപോവാതിരിക്കണം. നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അത്ര ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, പീലീലയുടെ ശബ്ദം എത്ര ഘനഗാംഭീര്യത്തോടുകൂടി നമ്മൾ കേൾക്കുന്നു. പക്ഷെ ആരെങ്കിലും ഈ പിരിയാതെ, നിങ്ങൾ പാല് പിരിയേണ്ട കാര്യം നിങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? പക്ഷെ ഈ മനസ്സ് നാമത്തിൽ നിന്നും പിരിയാതിരിക്കണം എന്ന് ആരത്ര ശ്രദ്ധ വെച്ചിട്ടുണ്ട്? കേൾക്കാത്തത് കൊണ്ടല്ല, ചിലത് ക്ലിക്ക് ചെയ്യില്ല നമുക്ക്. അതിനാണ് നമുക്ക് ഇത്തരം സത്സംഗങ്ങളൊക്കെ. ആ സത്സംഗത്തിലൂടെയാണ് പലപ്പോഴും നമുക്ക് പലതും കേട്ടത് തന്നെ ആയിരിക്കാം, റെപ്പിറ്റേഷൻ ആയിരിക്കാം, പക്ഷെ ചില ഇൻസൈറ്റുകൾ അത് നമുക്ക് സ്പാർക്ക് ചെയ്യും നമ്മുടെ ഉള്ളിൽ. പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യും, ഇതായിരുന്നോ വേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം. ഇവിടെ കഥ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, കാരണം എവിടെയും തുടങ്ങിയിട്ടില്ല കൃഷ്ണന്റെ ലീലകളൊന്നും. പക്ഷെ ഒരു ലീല പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഇതെന്നെ വളരെ ഞാൻ പറഞ്ഞില്ലേ, ഭാഗവതത്തോടുള്ള എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങിന്, എൻ്റെ ഒരു അപ്രോച്ച്. ഓരോരുത്തർക്കും ഓരോ റാഷണൽ തിങ്കിങ് ഉണ്ട്, ഓരോരുത്തരുടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു തിങ്കിങ്ങിൽ. അത് വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബുക്കായിട്ടാണ് ഭാഗവതം എന്നെ സ്വാധീനിച്ചത്. കാരണം അത് അത്രമാത്രം എൻ്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതിൽ 8ാമത്തെ ഒരു ഭാഗം മാത്രം. കൃഷ്ണൻ എന്നുള്ള പേര് തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പേരാണ്. കാരണം ആകർഷണം, കൃഷ്ണൻ എന്ന വാക്കിൻ്റെ പിന്നിൽ ആകർഷണം എന്നൊരർത്ഥമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ആകർഷണത്തിലാണ്. നമ്മളും നിൽക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആകർഷണത്തിലാണ്. പക്ഷെ ഇപ്പോൾ അത് നിൽക്കുന്നത് വാസനയുടെ ആകർഷണത്തിലാണ്. ഇതിൻ്റെ ബന്ധങ്ങളുടെ ആകർഷണത്തിലാണ്, വാസനകളുടെ ആകർഷണത്തിലാണ്. എന്നാൽ നാമം ജപിച്ച് ആകർഷണത്തെ മാറ്റിയെടുക്കാം. പിന്നീടത് ആകർഷിക്കുന്നത്, ഇപ്പോഴത് ലോകത്തെ ആകർഷിക്കുന്നു,
നാമം ജപിച്ചത് ബ്രഹ്മത്തെ, പരമാത്മാവിനെ, ഭഗവാനെ അത് ആകർഷിക്കുന്നു പറയുന്നത്. ഇപ്പൊ രണ്ടു തരം ആകർഷണമുണ്ട്. ഭൂമിയുടെ ഗ്രാവിറ്റി എല്ലാം അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കും. നിങ്ങൾ നോക്ക്, ഒരു വശത്ത് ഭൂമി ആകർഷിക്കുന്നു, വേറെ വശത്ത് സൂര്യൻ എല്ലാ ഗ്രഹങ്ങളെ ആകർഷിക്കുന്നു, ഇല്ലേ? ഇതുപോലെ നമ്മൾ ലോകത്തിലേക്കും ആകർഷണമുണ്ട്, ഉള്ളിലേക്കൊരു ആകർഷണമുണ്ട്. അതാണല്ലോ ഉറക്കത്തിൽ നിങ്ങൾ പുറത്തേക്കല്ല ആകർഷിക്കുന്നത്, എല്ലാം ഉൾവലിഞ്ഞ് 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 ഡിം ഉറക്കത്തിലേക്ക് പോയി. അതൊരു ആകർഷണല്ലേ? ആണോ? ഉള്ളിലേക്കൊരു ആകർഷണം ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ല? കണ്ണ് തുറന്ന് നമ്മൾ ലോകത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പുറത്തുള്ള ശബ്ദം കേൾക്കുന്നു, ആംബുലൻസ് ആണ് പോയത്, നമുക്ക് പറയാം. ഇനിയിപ്പൊ കണ്ടില്ലെങ്കിൽ അറിയാം ശബ്ദം. ഓരോന്നോരോന്ന് നമ്മളെ ആകർഷിപ്പം. ആന ഇതിലെ പോകുമ്പോൾ പിണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആനയെ കാണേണ്ട കാര്യമില്ല, ആ സ്മെല്ലിൽ അറിയാം ആനയാണ് പോയതെന്ന്. ഒരു ചാണകമൊക്കെ വാസനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് അടുത്ത് എന്തുണ്ട്, തൊഴുത്തുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ഇതിന്റെ ആവശ്യമില്ല. ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പല വാസനകളും ഉള്ളിൽ സ്മെൽ എന്താവട്ടെ, അത് പലതിലേക്ക് നമ്മളെ ആകർഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സ് അന്തർമുഖമായാൽ അത് ഭഗവാനിലേക്ക് ആകർഷിക്കും. ആരിലേക്ക്? അത് ഭഗവാനിലേക്ക് ഒരു ആകർഷണമുണ്ട്. അങ്ങനെ ആകർഷിക്കുന്ന മനസ്സ് അവസാനം ഭഗവാനിലേക്ക് കുതിക്കുന്നു, ബ്രഹ്മത്തെ കണ്ട്. അങ്ങനെ ബ്രഹ്മത്തിലേക്കത് ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥയാണ് ഭാരതീയ ഋഷിവര്യന്മാർ ബ്രഹ്മനിർവാണം എന്നൊരു വാക്കുപയോഗിച്ചത്. അപ്പൊ ഭഗവാൻ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആകർഷണമുണ്ട്, പക്ഷെ അതിനെ ക്രമേണ അന്തർമുഖമായൊരു ആകർഷണമാക്കി. കാരണം എന്തിനാ അന്തർമുഖമാക്കണത്? കാരണം ഹൃദയത്തിലാണ്. ഗോപികമാരൊക്കെ പറഞ്ഞില്ല എന്താണ്, എവിടെ കൃഷ്ണൻ? നകലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനം. അന്തരാത്മാവുണ്ട്, അതിലേക്കൊരു ആകർഷണം വന്ന് 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 അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ ആ ഒരു ആകർഷണം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തണം. ഇത് ഓർമ്മിപ്പിക്കാനാണ് കൃഷ്ണന്റെ പേര് തന്നെ. ഇപ്പൊ കൃഷ്ണൻ എന്നതിന് അർത്ഥം കേവലം ആകർഷണം എന്നല്ല, ആത്മാകർഷണം എന്നാണ്. ആത്മതത്വത്തിലേക്ക് മനസ്സിനെ ആകർഷിപ്പിക്കുന്നവൻ ആരു? അവൻ കൃഷ്ണൻ എന്നാണ്. മനസ്സിലായില്ലേ? ഈ തരത്തിൽ ഒരു കഥ പറയുന്നത്, ഒരിക്കല് കൃഷ്ണൻ കുട്ടികളാകുമ്പം കുസൃതിയുണ്ട്, കക്കല്, മോഷണം, അത്യാവശ്യം മോഷണമൊക്കെ ഉണ്ട് കൃഷ്ണന്. എല്ലാവർക്കും അറിയാവുന്നതാണ്. വെണ്ണ കട്ടു, പാല് കട്ടു. ഒരിക്കല് ഈ കക്കുന്നതിലൊക്കെ ഷെയർ കൊടുക്കും, കള്ളന്മാരുടെ ഇടയിലൊക്കെ ഒരു ഷെയർ ഉണ്ട്. അങ്ങനെയാണ് ഈ കള്ളന്മാർ നിലനിന്ന് പോകുന്നത്. ഈവൻ പോലീസുകാർക്ക് ഒരു ഷെയർ കിട്ടുന്നതുകൊണ്ടാണ് അവർ പിടിക്കപ്പെടാത്തതും. അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും ഈ മോഷണം എന്നൊക്കെ പറയണതുണ്ടല്ലോ, ഞാൻ എന്താ അറിയില്ല, ഇന്നത് പറയുമ്പോഴാണ് ഇന്നത്തെ വാർത്തയിൽ ശബരിമലയിൽ കുറേ എണ്ണം മോഷണം നടത്തിയിട്ട് പിടിച്ചിരിക്കണത്. ഇന്നത്തെ ഒരു വാർത്തയാണത്. ശബരിമല അമ്പലത്തിൽ മോഷണം നടത്തി. ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണ്, അവരാണ് അവിടെ ഇരുന്നിട്ട് എല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അവരാണ് കുറെ മോഷണം നടത്തി എന്ന് പറയണത്തിന് പിടിച്ചിട്ടുണ്ട്, പത്രത്തിൽ വാർത്ത കണ്ടു. അപ്പോ പറഞ്ഞു വരുന്നത്, ഈ കൃഷ്ണൻ ഇങ്ങനെ വെണ്ണ കട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊടുത്തില്ലേ, ഇവർക്ക് കൊടുത്തില്ല, പിള്ളേർക്കൊന്നും. അപ്പൊ കൃഷ്ണന്റെ പേരിലൊരു പരാതി അവതരിപ്പിച്ചതായിരിക്കാം. കൃഷ്ണൻ മണ്ണ് തിന്നു. കൃഷ്ണൻ മണ്ണ് തിന്നുന്ന പ്രായം എന്ന് പറഞ്ഞാൽ വർത്തമാനം പോലും പറയുന്ന ഒരു പ്രായമില്ല. ഇത് വലിയ കുട്ടി, കുറച്ചൊക്കെ വലിയ കുട്ടിയായപ്പോഴാണ്. അപ്പൊ കൃഷ്ണൻ മണ്ണ് തിന്നു എന്നൊരു പരാതി യശോദയുടെ അടുത്തെത്തി. അപ്പൊ യശോദാദേവിക്ക് തോന്നി, കൃഷ്ണൻ ചിലപ്പം എന്തായാലും എന്തെങ്കിലും താഴെ മണ്ണിൽ വീണപ്പോ, കുട്ടികളുണ്ടല്ലോ ചോക്ലേറ്റ് ഒക്കെ മണ്ണിൽ വീണാൽ എന്ത് ചെയ്യും? ആ ചോക്ലേറ്റിനോട് അത്ര ആർത്തി ഉണ്ടെങ്കിൽ അത് ചിലപ്പം തുടച്ച്. നിങ്ങളൊക്കെ ചെയ്തിട്ടില്ല? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഈവൻ പഴുത്ത മാങ്ങ പോലും ഇനിയിപ്പോൾ അതിന്റെ തോല് പോയാലും മണ്ണിൽ വീണാലും ചിലപ്പോൾ എടുത്ത് കഴിക്കും ചിലർ. കാരണം അതിനോടുള്ളൊരു കൊതി കൊണ്ട്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇല്ല, കൊതി കൊണ്ട് ചെയ്യില്ല, അതിനോടുള്ള താല്പര്യം കൊണ്ട്. ഇപ്പം പിന്നെ ധാരാളിത്തം ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നൊക്കെ പോയാൽ കളഞ്ഞേക്കും. പണ്ട് ഇത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ ഇത്തിരി ദാരിദ്ര്യമൊക്കെ ഉള്ളതുകൊണ്ട്, ദാരിദ്ര്യം മാത്രമല്ല വീണ്ടും അത് കിട്ടാനുള്ളൊരു സാധ്യത കുറവുള്ളതുകൊണ്ട് മനുഷ്യൻ ആ മണ്ണിൽ വീണതൊന്നും അത്ര ഗൗരവമായിട്ട് എടുക്കില്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതൊക്കെ കഴിക്കും.
ഇല്ലേ? ഇപ്പൊ ഈ നിപ്പ വന്ന, അല്ലെങ്കിൽ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുവിധം വവ്വാല് കഴിച്ചവും കൂടി കഴിച്ചിട്ടുണ്ടാവും മനുഷ്യൻ. ഇല്ലേ? നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടില്ലേ? എത്രയോ ചിലപ്പോൾ പക്ഷിയൊക്കെ കൊത്തിയതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടാവില്ല. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് അതൊന്നും പേടിയില്ല മനുഷ്യർക്ക്. ഇപ്പോഴാണ് അത് കാണുമ്പോഴേക്കും ഓ, നിപ്പ, അപ്പ ഒക്കെ വരുന്നത്. അപ്പോ ഇവിടെ കൃഷ്ണൻ മണ്ണ് തിന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഏയ് നീ മണ്ണ് തിന്നു എന്ന് കേട്ടല്ലോ, വായ തുറക്കടാ. കൃഷ്ണൻ പറഞ്ഞു, മണ്ണാരെയും കഴിക്കുവോ? മണ്ണ് കഴിക്കാനുള്ളതാണോ? അത് കളിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു വലിയ വലിയ ന്യായങ്ങളൊക്കെ പറഞ്ഞു നിന്റെ ന്യായം ഒന്നും കേൾക്കണ്ട, എനിക്ക് വായ തുറക്കണം. അങ്ങനെ കൃഷ്ണൻ വായ തുറക്കുന്ന ആ ഒരു രംഗം 8-ാം അധ്യായത്തില് 35-ാം ശ്ലോകത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ട് വ്യാസഭഗവാൻ വർണ്ണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ ഭാഗം നോക്കിക്കൊണ്ട് നമുക്ക് നിർത്താം. ഇത് 10-ാം സ്കന്ധത്തില് 8-ാമത് അധ്യായത്തില് 35 ശ്ലോകങ്ങള്. നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിനാം യദി സത്യ ഗിരസ്തർഹി സമക്ഷം പശ്യമേ മുഖം. കാണുന്നുണ്ടല്ലോ, എൻ്റെ മുഖം കണ്ടാലും ഇവരൊക്കെ നുണ പറയണമേ. എൻ്റെ വായ നോക്കൂ അമ്മ. എന്നിട്ട് ഭഗവാൻ വായ അങ്ങോട്ട് തുറക്കുമ്പോൾ പിന്നെ കാണുന്നത് സാ തത്ര തദശേത് വിശ്വം ജഗത്സ്ഥാൻ സുജഗം ദിശ സ്വാദ്രിദീപാബ്ധിഭൂകോളം സാവായഗ്നിന്ദ്രിതാരകം ജ്യോതിശക്രം ജലം തേജോ നഭസ്വൻ വേദേവച വൈകാരികാണിന്ദ്രിയാണി മനോമത്ര ഗുണാശ്രയ ഏതൽ വിചിത്രം സഹ ജീവകാല സ്വഭാവകർമാശലിംഗഭേദം സുനോസ്തനോ വിക്ഷവിധാരിദാസ്യേ വ്രജം സഹാത്മാനമവാപശങ്കം കിം സ്വപ്നരേതോ ദേവമായ കിം പാമദീയോ വദ ബുദ്ധിമോഹ അതോ അമുക്ഷൈകമാർഭകസ്യ യക്കശ്ചനോൽപത്തിക ആത്മയോഗ തുടങ്ങിയ വരികള് പറയണ. കൃഷ്ണന്റെ വായിൽ കാണുന്നത് വിശ്വം, പ്രപഞ്ചം, ജഗത്ത് എല്ലാം കണ്ടു എന്നാണ്. ഭൂഗോളം നോക്കൂ നിങ്ങൾ, ആ വാക്കുകളൊക്കെ എന്താ പറയണ? സ അദ്രിദീപ ഭൂഗോളം. ഈ ഭൂമിയുടെ ആകൃതിയൊക്കെ ഏതാകൃതി? ഇതൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തുന്നതിന് മുമ്പ് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം എവിടെ കാണണോ? വായിൽ കാണണോ? അങ്ങനെ കറങ്ങുകയാണ്, ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വൃന്ദാവനം, അതിലൊരു യശോദ, ആ യശോദയുടെ മുന്നിലൊരു കൃഷ്ണൻ, ആ കൃഷ്ണന്റെ വായിൽ വീണ്ടും ഒരു ഭൂഗോളം. അങ്ങനെ ഈ ബാർബർ ഷോപ്പിൽ ചെന്ന പോലെയാണ്, അനവധി കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ അനവധി തലകൾ കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ആ വായിൽ അമ്മ പ്രപഞ്ചം മുഴുവൻ കണ്ടു എന്നാണ്. ഈ ഒരു കാര്യം എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്കറിയോ, ഇതൊരു വലിയ സത്യത്തെയാണ് പറയുന്നത്. ഈ പ്രപഞ്ചം എന്നത്, ശ്രദ്ധിക്കുക, ഈ പ്രപഞ്ചം സ്വതന്ത്രമല്ല. ഇന്നിപ്പോ സയൻസ് അതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പ്രപഞ്ചം, പറയൂ, എന്താ സ്വതന്ത്രമല്ല പറയാൻ കാരണം? ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം ചലനത്തിനെല്ലാം നിയമങ്ങളും നിയന്ത്രണങ്ങളും നിർദ്ദേശം. എന്താണ് പ്രപഞ്ചത്തിന്റെ ചലനം? അതൊരു നിയന്ത്രണത്തിന് വിധേയമല്ലെങ്കിൽ എന്താവും? നിയന്ത്രണമില്ലാത്തൊരു ചലനമാണെങ്കിൽ എന്താവും? ഇപ്പൊ നമ്മുടെ ശരീരം ഒരു നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് വളരുന്നത്. ആണോ? വേണ്ടതിലേക്കല്ലേ വേണ്ടതൊക്കെ പോകുന്നുള്ളൂ. ആണോ? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മയുടെ രക്തമാണ് പാലാവുന്നത്. ഈ രക്തം മുഴുവൻ പാലായാൽ അമ്മ മരിച്ചു പോകും. അപ്പൊ ഒരു നിയന്ത്രണം ഇല്ലേ അതിന്? ഉണ്ടോ? അമ്മയുടെ വയറ്റിൽ നിന്നാണ് കുട്ടിക്ക് ആംബിലിക്കൽ കോഡ് കണക്ട് ചെയ്തിട്ട് ഫുഡിങ് കൊടുക്കുന്നത്. ആണോ? അമ്മയ്ക്ക് ഒരു നിയന്ത്രണവും ഇല്ല ഇതില്. കുട്ടിക്ക് വേണ്ടത് മാത്രമേ ട്യൂബിൽ നിന്ന് അമ്മയിൽ നിന്ന് എടുക്കും. ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം എല്ലാറ്റിനും, ഏത് വളർച്ചയ്ക്കും ഒരു ചലനത്തിനും നിയന്ത്രണമുണ്ട്. നിയന്ത്രിക്കാൻ ബോധത്തിനേ പറ്റുള്ളൂ. ഇന്നതാണ് സയന്റിസ്റ്റുകൾ എത്തി നിൽക്കുന്നത്. ഒരു ഒബ്സർവർ ഇല്ലെങ്കിൽ ഒബ്സർവേഷൻ ഉണ്ടാവില്ല. ഒരു എന്താണ് പറയാ, ഒരു ബോധമില്ലെങ്കിൽ ഇത് കാണാനും സാധ്യല്ല. ബോധമില്ലെങ്കിൽ ഇതിനൊരു നിയന്ത്രണവും നിയമവും ഒന്നും ഇല്ല. അതുകൊണ്ട് പ്രപഞ്ചം സ്വതന്ത്രമല്ല,
പ്രപഞ്ചം ബോധത്തിലിരിക്കുന്നു എന്നാണ്. ഈ പ്രപഞ്ചം ബോധത്തിലിരിക്കുന്നു. അതാണ് ശിവനിൽ ശക്തി ഇരിക്കുന്നു. എവിടെയാണ്? ശിവശക്തി ഐക്യരൂപിണി എന്ന ലളിതാ സഹസ്രനാമം ഉപസംഹരിപ്പിക്കുന്നതിലേക്കാണ് ആധുനിക ഫിസിക്സ് എത്താൻ പോകുന്നത്. ഗീതയിൽ 10-9 ശ്ലോകം അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. കൃഷ്ണൻ പറയുന്നു 10-9, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗത് വിപരിവർത്തതേ. എന്താ പറയുന്നത്? മയാ അധ്യക്ഷേണ, എൻ്റെ അധ്യക്ഷതയിലാണ്. ഒരു സഭയിൽ അധ്യക്ഷനാണ് സഭ നിയന്ത്രിക്കുന്നത്, ആണോ? നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരാൾ അധ്യക്ഷ പീഠത്തിലിരിക്കും. ആ സഭ മൊത്തം നിയന്ത്രിക്കുന്ന ആരാ? ഇന്ന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ആ സഭ എന്ന് പറയുമ്പം ആ സഭയുടെ കാര്യക്രമങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ അധ്യക്ഷനാണ്. ഭഗവാൻ പറയുന്നു, എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി നിയമത്തെ അനുസരിച്ച് ചലിക്കുന്നതും വികസിക്കുന്നതും സങ്കോചിക്കുന്നതും. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്? ഭഗവാന്റെ മടിത്തട്ടിലാണെന്ന് അറിയുന്നേ ഇല്ല. ഭഗവാനെ നമ്മൾ മുന്നിൽ കാണുകയാണ്, പക്ഷെ ഞാനും നിങ്ങളും ഭഗവാന്റെ ഒരു അംശമാണ്, ഭഗവാന്റെ ഒരു ഭാഗമാണ്. നമ്മൾ തന്നെ ഇരിക്കുന്നത് ആരിലാണ്? ഭഗവാനിലാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിലേക്ക് എത്തിയാൽ, നമ്മളിലേക്ക് ഇറങ്ങിയാൽ ഭഗവാനെ കാണാം. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളുണ്ട്, ഗുരുവായൂരപ്പനെ കാണാൻ എന്താ വഴി? നിന്നിൽ നിന്ന് നിന്നിലേക്ക് ഇറങ്ങിയാൽ ഗുരുവായൂരപ്പനെ കാണാമെന്നാണ്. ആരിൽ നിന്ന്? നിന്നിൽ നിന്ന് നിന്നിലേക്ക് ഇറങ്ങിയാൽ ആരെ കാണാം? ഗുരുവായൂരപ്പനെ കാണാം. അതല്ലേ ഭട്ടതിരിപ്പാടും പറയണത്? ദുർലഭ്യ വസ്തുവായ ഭഗവാൻ സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ. സുലഭതയാ എവിടെയുണ്ട് ഭഗവാൻ? നിശേഷമാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. എല്ലാവരുടെയും ഉള്ളിലാണ് ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഉള്ളിലാണെന്നല്ല, നമ്മൾ ഭഗവാന്റെ ഉള്ളിലാണ്. കാരണം ഈ ശരീരവും മനസ്സും ഒക്കെ ചലിക്കുന്നുണ്ടെങ്കിൽ, അതൊരു നിയന്ത്രണത്തിന് വിധേയമായി, നിയമത്തിന് വിധേയമായി ചലിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇരിക്കുന്നത് ആരിലാണ്? ഭഗവാനിൽ. ഭഗവാൻ അതുകൊണ്ട് പറയും, ഞാൻ നിങ്ങളിലല്ല, നിങ്ങൾ എന്നിലാണ്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകത്തിൽ പറയും, മത്ത പരതരം നാന്യ 9:4 പറയും, മയാ തദ്മിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി നാഹം തേഷു നവസ്ഥിത. അതാണ് 9-4 ശ്ലോകത്തിൽ പറയും, മയാ തദ്മിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി. മസ്താനി എന്നിലാണ് സർവഭൂതാനി, അഹം തേഷു നവസ്ഥിത. ഞാൻ അതിലല്ല. ഭഗവാൻ നമ്മുടെ കൂടെയല്ല, നമ്മൾ ഓരോരുത്തരും ആരിലാണ്? ഭഗവാനിലാണെന്ന് അറിയണം. മനസ്സിലായില്ലേ? ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലാണെന്നൊക്കെ ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. പക്ഷെ ഇൻ റിയാലിറ്റി ഭഗവാൻ നമ്മുടെ കൂടെയല്ല, നമ്മൾ തന്നെ ഭഗവാനിലാണെന്ന് അറിയുന്നില്ല. എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനൊരു ശക്തി നമ്മളെ കൊണ്ട് നടക്കുക. പക്ഷെ നമ്മുടെ കുരുട്ടു ബുദ്ധി കൊണ്ട് അത് കാണില്ല. നമ്മുടെ ഈ വാസന കൊണ്ട്, ദുഷ്ടബുദ്ധി കൊണ്ട്, അസൂയ കൊണ്ട് ഈ കാര്യം കാണുന്നില്ല. അപ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരോട് പോരടിക്കാനും മത്സരിക്കാനും സ്വാർത്ഥരാവാനും പോയി കഴിഞ്ഞു. പിന്നെ കേങ് എന്ന് പറഞ്ഞ ഓരോ കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ അലവലാദികളായി മാറി. പതുക്കൊന്ന് മാറി ഉള്ളിലുള്ള ആ ഭഗവാന്റെ ശക്തി ഒന്ന് നാമജപങ്ങളിലൂടെ ഉണർത്തിക്കൊണ്ടുവന്നാൽ ഈ ജന്മം സഫലമായി, ജന്മം ധന്യമായി, ധന്യോസ്മി കൃതകൃത്യോസ്മി എന്നൊക്കെ നമുക്ക് പറയാം.